കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത് സാധാരണ ഗൂഗിൾ ക്രോം എങ്ങനെ നമുക്ക് ബീറ്റ വെർഷനിലോട്ട് മാറ്റാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ചത്. ഇന്നലെ നമ്മൾ നോക്കിയത് നമുക്ക് സൈലൻറ്റ് മോഡ് ഓപ്ഷൻ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട ഓപ്ഷനാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പരിശോധിച്ചത്. അതായത് സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും എന്ന രീതിക്ക് നമ്മൾ അതാണ് ഇന്നലെ പരിശോധിച്ചത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് ബീറ്റ വെർഷൻ പ്രോസസ്സ് നമുക്ക് ഇതുവരെ തീർത്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഗൂഗിളിൻ്റെ ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷൻസും ബീറ്റ വെർഷനിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഫുള്ളും മാറ്റിയിട്ട് നമ്മൾ ഈ ബീറ്റ വെർഷൻ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പിന്മാറുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സാധാരണ ഗൂഗിൾ പേയെ നമുക്കിങ്ങനെ ബീറ്റ വെർഷനിലോട്ട് മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തിട്ട് ബീറ്റ വെർഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ആദ്യം പറഞ്ഞുതരാം. അതായത് ഞാൻ ഇത്രയും വീഡിയോ ചെയ്തു, ആ ആപ്ലിക്കേഷനിൽ എല്ലാത്തിലും അപ്ഡേറ്റൊക്കെ വരാറുണ്ട്. ആ അപ്ഡേറ്റ് ആദ്യം ലഭിക്കുന്നത് ഈ ബീറ്റ വെർഷൻ ഉള്ളവർക്കാണ് അപ്ഡേറ്റ് ആദ്യം ലഭിക്കുന്നത്. അപ്പോൾ അതാണ് ബീറ്റ വെർഷൻ. ഇനി ബീറ്റ വെർഷനിലോട്ട് ആക്കുന്നതിനുള്ള കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതാണ് ഞാൻ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ ബീറ്റ വെർഷനിലോട്ടാക്കുന്നത് അതിൽ നിരന്തരം അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. ഇനി ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ബീറ്റ വെർഷനിലാക്കി, അതിൽ അപ്ഡേറ്റ് വന്നു, എന്തെങ്കിലും ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ അത് ബീറ്റ വെർഷൻ ഉള്ളവർക്ക് അഫക്റ്റ് ചെയ്യും എന്നാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. അങ്ങനെ ബഗ് വരത്തില്ല. അങ്ങനെ അത് വന്നാൽ 2 ദിവസത്തിൻ്റെ അകത്ത് അവർ മാറ്റുന്നതാണ്. എന്തുകൊണ്ട് സാധാരണ വെർഷനുള്ളവർക്ക് അങ്ങനെ ഒരു ബഗ്ഗും വരാതെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബീറ്റ വെർഷൻ ഉള്ളവർക്കാണ് ഇതൊക്കെ ആദ്യം അവർ കൊടുക്കുന്നത്. അതായത് ആപ്ലിക്കേഷൻ ഇതൊക്കെ നിങ്ങൾ നേരിടാൻ തയ്യാറാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സാധാരണ ഗൂഗിൾ പേ എങ്ങനെയാണ് ബീറ്റ വെർഷനിലോട്ടാക്കാന്ന് നോക്കാം. അതിനു മുമ്പ് വെൽക്കം ടു ജോയ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് നിമിഷങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഇതിനായിട്ട് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ പേ എന്നോ GPay എന്നോ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ പേ എന്നിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ പേയുടെ പൂർണ്ണമായ നെയിം ഇതാണ്. ഗൂഗിൾ പേ സ്റ്റോർ UPI പേയ്മെൻറ്റ്, ഇതാണ് ഗൂഗിൾ പേയുടെ പൂർണ്ണമായ നെയിം. സാധാരണ ഗൂഗിൾ പേ ഒക്കെ നമുക്കിങ്ങനെ ആയിരിക്കും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ഗൂഗിൾ പേ ബീറ്റ വെർഷനിലോട്ടാക്കിയാൽ ഇവിടെ നമ്മൾ നേരത്തെ ആപ്ലിക്കേഷനിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ബ്രാക്കറ്റിൽ ബീറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് അത് ബീറ്റ വെർഷനിലോട്ട് ആക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനായിട്ട് കുറച്ച് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ജോയിൻ ദി ബീറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ജോയിൻ, ലേൺ മോർ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ലേൺ മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരം നിങ്ങൾക്ക് നിങ്ങളെ മലയാള ഭാഷയിലായാലും ഇംഗ്ലീഷ് ഭാഷയിലായാലും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗൂഗിൾ പേ ബീറ്റ വെർഷനിലോട്ട് മാറ്റാൻ സാധിക്കുന്നത്. ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ജോയിൻ എന്ന ബട്ടൺ ഞാൻ പ്രസ് ചെയ്യണം. ജോയിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ബീറ്റ പ്രോസസ്സ് നമുക്ക് കുറച്ച് സമയത്തോടകം നമ്മളെ ഗൂഗിൾ പേ ബീറ്റ വെർഷനിലോട്ട് മാറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബാക്ക് അടിച്ചു നോക്കാം. ചില അവസരങ്ങളിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ തന്നെ തിരിച്ച് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ബീറ്റ വെർഷനായതായി കാണിക്കും. ചില അവസരത്തിൽ കുറച്ച് സമയം എടുക്കും. സാധാരണഗതിയിൽ കുറച്ച് സമയം എടുക്കും.
കുറച്ച് സമയമാണെങ്കിൽ കുഴപ്പമില്ല. കൂടുതൽ സമയമാണെങ്കിൽ നിങ്ങൾ ഈ ലിവ് എന്ന ഓപ്ഷൻ കൊടുത്തതിന് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ബീറ്റ പ്രോസസ്സ് ക്യാൻസൽ ആവുന്നതാണ്. അത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഗൂഗിൾ പേയും തീർച്ചയായിട്ടും ബീറ്റ വെർഷനിലോട്ട് മാറുന്നത്. ഇനി ഞാനൊന്ന് ബാക്ക് പോയിട്ട് ഗൂഗിൾ പേ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നേരത്തെ ഇവിടെ ഗൂഗിൾ പേ സ്റ്റോർ UPI പേയ്മെൻറ്റ് എന്ന് മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നത്. ഇവിടെ ബ്രാക്കറ്റിൽ ബീറ്റ എന്നും കൂടെ കാണാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗൂഗിൾ പേ ബീറ്റ വെർഷനിലോട്ട് മാറിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. യുവർ ബീറ്റ ടെസ്റ്റർ ഫോർ ദിസ് ആപ്പ് ഫേവറേറ്റ് ആപ്പ് വിൽ ഇൻക്ലൂഡ് ബീറ്റ വെർഷൻസ്. അതായത് നമ്മളെ ഇതിൻ്റെ ബീറ്റ വെർഷനിലോട്ട് ആഡായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിൾ പേ ബീറ്റ വെർഷൻ ആക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും. 2 മിനിറ്റൊക്കെ എടുക്കും ചില അവസരത്തിൽ. ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്നായി തന്നെ വരും. കൂടുതൽ സമയമാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ബീറ്റ പ്രോസസ്സ് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ജോയിൻ കൊടുത്താൽ മതി. നിങ്ങളെ ഗൂഗിൾ പേയും തീർച്ചയായും ബീറ്റ വെർഷനിലോട്ട് മാറുന്നതാണ്. ഇനി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഇവിടെ താഴെ അതേ ഓപ്ഷനിലേക്ക് തന്നെ വരാം. ഇവിടെ ലിവ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലിവ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലിവ് ബീറ്റ പ്രോഗ്രാം അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല, കാരണം എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. നിങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബീറ്റ വെർഷനിലോട്ട് ഇരിക്കുന്ന ഗൂഗിൾ പേ സാധാരണ ഗൂഗിൾ പേയിലോട്ട് മാറ്റേണ്ട ഒരു ഓപ്ഷനാണ്. അതായത് ബീറ്റ വെർഷൻ മാറ്റിയിട്ട് സാധാരണ ഗൂഗിൾ പേ ആക്കേണ്ട ഓപ്ഷൻ തന്നെയാണ്. ജസ്റ്റ് ഞാൻ ലിവ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ലിവ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് എഴുതിയിരുന്നു. ഇപ്പോൾ അവിടെ ബീറ്റ എന്നൊരു ഓപ്ഷൻ ഇല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ ബീറ്റ വെർഷൻ ആയിരുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ബീറ്റ വെർഷൻ ആക്കാം. പക്ഷേ നമ്മളിപ്പോൾ ബീറ്റ വെർഷനിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ബീറ്റ വെർഷൻ ആയിട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഓരോ ആപ്ലിക്കേഷനിലും തിരിച്ചറിയാന്ന് വെച്ചാൽ ഇവിടെ ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് എഴുതിയിരിക്കും. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതുമാണ് ആപ്ലിക്കേഷൻ നമ്മൾ ബീറ്റയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ എന്ന ബട്ടൺ കൊടുത്താൽ മതി. അത് വീണ്ടും ജോയിൻ ആയിക്കോളും. ശേഷം ഇവിടെ വീണ്ടും ഗൂഗിൾ പേ ബീറ്റ ആയിക്കോളും. വീണ്ടും ലീവ് എടുത്തു കഴിഞ്ഞാൽ 2 വട്ടം ലീവ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും സാധാരണ വെർഷനിലോട്ട് മാറിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഗൂഗിൾ പേയും സാധാരണ ഗൂഗിൾ പേയും അല്ലെങ്കിൽ നമ്മളെ ജിപേയും, എല്ലാവരും ജിപേ എന്നാണ് പറയുന്നത്, ജിപേയും നമുക്ക് സാധാരണ വെർഷനിൽ നിന്നും ബീറ്റ വെർഷനാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ ബീറ്റ വെർഷൻ ആക്കുന്നതിനുള്ള കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട്. ബാക്ക് അടിച്ച് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ആപ്ലിക്കേഷനല്ലേ ഏത് ആപ്ലിക്കേഷനായാലും ബീറ്റ വെർഷനിലോട്ട് മാറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ജിപേ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമുക്ക് ബീറ്റ വെർഷനിലോട്ട് മാറ്റേണ്ടത്. ഇനി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതര ടെക്നോളജി വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ
ഞാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മളെ സാധാരണ ഫ്ലൈറ്റ് മോഡിൻ്റെ അകത്ത് ഓപ്ഷൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആയിട്ട് അതിലുള്ളതെന്ന് 2 ദിവസത്തിൻ്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വന്നതാണ്. ചിലപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരും. അതായത് നമ്മളെ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഫ്ലൈറ്റ് മോഡാണ് ഡോൺ ഡിസ്റ്റർബ് മോഡാണ്, ഞാൻ തന്നെ കണ്ടീഷനായിപ്പോയി. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡാണ്, അത് മാറിപ്പോയതാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഫ്ലൈറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ മാറിപ്പോയി, അത് രണ്ടും നമ്മൾ ഇന്നലെ പരിശോധിച്ചാണല്ലോ. അപ്പോൾ പറഞ്ഞപ്പം തിരിഞ്ഞു പോയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരാം, അല്ലെങ്കിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് ഞാൻ നാളെ വരാം. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വീറ്റ വെർഷനിലോട്ട് മാറ്റുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നാളെ വരാം. എന്തായാലും നിങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് നോക്കുക. അപ്പോൾ നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.